ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ബത്താനിയ, യേശുവിൻ്റെ അന്ത്യദിനങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് യഹൂദർക്ക് ഏറ്റവും അവിശ്വസനീയമായ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നിടം. ഒത്തിരി യഹൂദർ അവനിൽ വിശ്വസിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. മറ്റുള്ളവർ ജെറുസലേമിൽ ചെന്ന് ഫരിസേയരെ കാര്യം അറിയിക്കുന്നു. ഉടനെ ആലോചനാ സമിതി കൂടി കയ്യാഫാസ് പ്രഖ്യാപിക്കുന്നു, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന്. എന്തുകൊണ്ടാണ് യഹൂദർക്ക് ഇത് ഇത്രയും അവിശ്വസനീയമായ അത്ഭുതമാകുന്നത്? അന്നത്തെ യഹൂദരുടെ വിശ്വാസമനുസരിച്ച് മരണശേഷം പാതാളങ്ങൾ, ഷെയോൾ, 7 അറകളാണ്. ആദ്യത്തെ 3 ദിവസം ഇതിൻ്റെ മുകളിലത്തെ അറയിലാണ് ശരീരം ഇരിക്കുന്നത്. 4-ാം ദിവസമാണ് ശരീരവും ആത്മാവും തമ്മിൽ വേർതിരിയുകയും താഴെയുള്ള അറകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഉയർപ്പ് അസാധ്യമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇവിടെ ലാസറിനെ ഉയർപ്പിക്കുന്നത് 4-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് മർത്ത പറയുക, ദുർഗന്ധം വമിക്കും. ഈശോ ഉയർക്കുന്നത് 3-ാം ദിവസമാണ്. അവൻ്റെ ശരീരം അഴുകാൻ അനുവദിച്ചില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ഇതുകൊണ്ട് തന്നെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമായിരുന്നു. ഒത്തിരി യഹൂദർ അവനിൽ വിശ്വസിച്ചിരുന്നു. അവൻ്റെ പിന്നെ അനുയായികൾ കൂടുന്നുവെന്ന് കണ്ട് യഹൂദ പ്രമാണികൾക്ക് അവനെ വധിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ബത്താനിയ ജെറുസലേമിന് 15 സ്താദിയോൺ ദൂരത്തായിരുന്നു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ 2700 മീറ്റർ. ഞങ്ങളവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒലിവുമലയുടെ മുകളിലേക്ക് കയറി താഴോട്ട് ഇറങ്ങിയാൽ ഉടനെ ആ കിഴക്കേ ചെരിവിലാണ് ഈ പട്ടണം. പിന്നീട് സെക്യൂരിറ്റി വാൾ വന്നു. ഇന്ന് ജെറിക്കോയിലേക്കുള്ള മെയിൻ ഹൈവേയിലൂടെ പോയി മാലയ അതുമയും വഴി കയറി തിരിച്ചു വരണം ഇവിടെ എത്താൻ. ഇന്ന് അതിന് പറയുന്ന പേര് അൽ അസറിയെ എന്ന് പറഞ്ഞാൽ ബൈസൻ്റെയും കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന ലസാറിയും എന്നുള്ളതിൻ്റെ അറബി ഫോമാണിത്. ബേത്ത് അനിയ, ബേത്ത് അനനിയ എന്നാണ് എവ്സേബിയൂസും ഒറിജിനുമൊക്കെ വിളിക്കുക. 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ലാസറിൻ്റെ ടോംബ് അവിടെ ഉണ്ടായിരുന്നെന്നും അതിൻ്റെ മുകളിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നെന്നും സെൻറ്റ് ജെറോം സാക്ഷിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ട് വരെ ഇതവിടെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള ആക്രമണത്തിലാണ് ഇത് നശിച്ചു പോകുന്നത്. പിന്നീട് കുരിശുദ്ധ കാലഘട്ടത്തിൽ ഇത് പടുത്തുയർത്തുന്നു. അന്ന് ജെറുസലേം ഖബറിടപ്പള്ളിയിലെ സന്യാസികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. 1138 അവരിത് മെലിസിന്ത രാജ്ഞിക്ക് കൊടുക്കുകയും രാജ്ഞി ബെനഡിക്റ്റീനിയൻ സന്യാസിനികളെ അവിടെ താമസിപ്പിക്കുകയും അവരുടെ സംരക്ഷണത്തിനായി കോട്ട പണിയുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് മുസ്ലിം ആക്രമണത്തിൽ അത് നശിപ്പിക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ മുസ്ലിമുകൾ ഈ ഖബറിടത്തിന് മുകളിൽ, ലാസറിൻ്റെ ഖബറിടത്തിന് മുകളിൽ മോസ്ക് പണിയുന്നു. അൽ അസർ എന്നുള്ളതിന് പകരം എൽ ഉസിയർ എന്ന് അവരതിന് പേര് കൊടുത്തു. ലാസറിൻ്റെ സഹോദരനാണെന്ന് ചിലർ പറയുന്നു. 1613 വിശുദ്ധ നാടിൻ്റെ കസ്റ്റഡിയായിട്ടുള്ള അന്റോണിയോ ഫാദർ ഈ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള അനുവാദം വാങ്ങിക്കുകയും 24 സ്റ്റെപ്പുകൾ മല തുരന്ന് 24 സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെസ്തീബോളോ ഒരുക്കത്തിൻ്റെ മുറിയിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും 3 പടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കബറിടത്തിലേക്ക് എത്താം. കൊഹീം ടൈപ്പിലുള്ള കബറിടമാണിത്. ഇതിൻ്റെ യഥാർത്ഥ കവാടം ഇപ്പുറത്തുള്ള വഴിയിൽ നിന്നായിരുന്നു. അത് മോസ്ക് വന്നപ്പോഴാണ് അടഞ്ഞു പോയത്. ഇന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ 1952-53 കാലഘട്ടത്തിൽ അന്തോണിയോ ബെർലുച്ചി പണിത വലിയൊരു പള്ളിയുണ്ട്. മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം, അല്ലെങ്കിൽ കുഷ്ഠരോഗിയായിട്ടുള്ള ഷെമിയോൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന സ്ഥലം. അത് ഒറ്റ മിനാരമാണ്. 4 സമചതുര അതിർത്തികൾ, മൊസൈക്കിലുള്ള രൂപങ്ങൾ, ലാസറിനെ ഉയർപ്പിക്കുന്നത്, മർത്തായും മറിയവും യേശുവും തമ്മിലുള്ള സംഭാഷണം, കുഷ്ഠരോഗിയായ ഷിമയോൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുന്നതും പാപിനിയായ സ്ത്രീ കാല് കഴുകുന്നതുമായിട്ടുള്ള രംഗം, കർത്താവ് വരുമ്പോൾ നഗരത്തിൻ്റെ കവാടത്തിൽ മർത്ത പോയി സ്വീകരിക്കുന്ന രംഗം. ഈ മർത്ത പോയി സ്വീകരിക്കുന്ന രംഗം അവതരിപ്പിക്കുന്നിടത്ത് സ്റ്റോൺ ഓഫ് കൊളോക്കി, അവിടെ 1883 ഗ്രീക്ക് ഓർത്തഡോക്സുകാർ പണിത ഒരു പള്ളിയുണ്ട്. ബുർജിയൽ അഹ്മർ എന്നാണ് അതിനെ വിളിക്കുക. കബറിടം ഇന്നും പൂജ്യമായിട്ട് സൂക്ഷിക്കുന്നു. തീർത്ഥാടകർക്ക് ഒരല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. ബത്താനിയ നമ്മുടെ മുമ്പിൽ വയ്ക്കുക.
യേശുവിനെ ഒത്തിരി സ്നേഹിച്ച ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ലാസർ പിന്നീട് സൈപ്രസിലെ പാത്രിയാർക്കായിരുന്നുവെന്നും അവിടെ മരിച്ചടക്കിയെന്നുമാണ് പാരമ്പര്യം. ലാർണക്കയിൽ അവൻ്റെ കബറിടമുണ്ട്. അതിൻ്റെ സർക്കോഫഗസിന് മുകളിൽ എഴുതി വച്ചിരിക്കുക ഈശോയുടെ സ്നേഹിതനെന്നാണ്. കർത്താവ് ദീർഘനിശ്വാസം വിടുന്നു, നെടുവീർപ്പിടുന്നു, കരയുന്നു. അത്രയധികമായിട്ട് അവനെ സ്നേഹിച്ചിരുന്നു. ലാസറിനെയും മർത്തായെയും മറിയത്തെയും. കർത്താവിനോട് സ്നേഹത്തോടെ കൂട്ടുകൂടുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നു. ഒപ്പം ധ്യാനാത്മകമായി വിധേയത്വത്തോടു കൂടി അവിടുത്തെ വചനം ശ്രവിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നു. കർത്താവിന് വേണ്ടി സ്നേഹ സേവനം ചെയ്യുന്ന മർത്തായെ നമ്മൾ കണ്ടുമുട്ടുന്നു. മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും പാപിനിയെ പരിരക്ഷിച്ചുകൊണ്ട് മഹത്വമേകുന്ന ക്രിസ്തുവിനെ നമ്മൾ ദർശിക്കുന്നു. ബത്താനിയ നമ്മളോട് ആവശ്യപ്പെടുന്നതും ക്രിസ്തുവിനോട് ആത്മാർത്ഥമായ സ്നേഹത്തിൽ കൂട്ടുകൂടാനാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.